സങ്കീർത്തനങ്ങൾ 116 സങ്കീർത്തനം 1 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങളെ ഞാൻ വായിക്കുന്നു. സങ്കീർത്തനം 116. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുന്നു. മരണവാസകൾ എന്നെ ചുറ്റി, പാതാള വേദന എന്നെ പിടിച്ചു. ഞാൻ കട്ടു സങ്കടം അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അത്ഭുതങ്ങളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കട്ടതിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരുടെ പോസ്റ്റ് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചു ക്ഷീണിച്ചു. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനങ്ങൾ കാണുകയും കഴിക്കും. നമ്മുടെ എല്ലാവരെയും കണ്ണുകളും അടയ്ക്കാം. പ്രിയ സുരേഷ്, പ്രിയ മകൻ്റെതായിരിക്കുന്ന വിവാഹം സ്വർഗത്തിൽ ഇന്ന് ആമേൻ നടത്തേണ്ടതിന് വേണ്ടിയുള്ളതായ ഒരു തുടക്കം നമ്മൾ ഇവിടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ കാവലായിരിക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം അണിയിപ്പാൻ, പൈതലെന്ന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ബന്ധുമിത്രാദികൾ മാതാവ് പിതാവ് എല്ലാവരും കൂടിയിരിക്കപ്പെടുമ്പോൾ എല്ലാം ദൈവം അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ കണ്ണ് പരങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശമുണ്ടാക്കി വരുന്നു. നിന്റെ കാൽ വഴി സമ്മതിക്കുകയില്ല. ഇസ്രായേൽ പരിപാലകൻ ഭയങ്കര ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ തണൽ. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹശാന്തമായ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ഭരതാദ്യമായിട്ട് കർത്താവ് ഇവ നിനക്ക് വാർത്തകളെ സഹായിച്ചു. അതിന്റെ പ്രകാരം നല്ല തക്ക തുണിക്കുന്ന പ്രകാരം ശേഷം മകന് വേണ്ടി തക്ക തുണ ഒരുക്കിയിരിക്കുന്നു. അതേ കർത്താവ് ഇന്ന് പൽക്കാലം കുടുംബത്തിൽ പരിശീലിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെക്കാരം കൂടെ ഇരിക്കണം. ഈ ഒരുപ്പിച്ച ഈ കുടുംബത്തിലേക്ക് അനുവദിക്കരുത്. ഇന്ന് പൽക്കാലം അങ്ങനെ നാമത്തിൽ സാക്ഷി പരിശീലിക്കുന്ന ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പൽക്കാലം അവിടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചുകൊണ്ട് ദൈവമേ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. അവരെന്തെല്ലാം ആക്തമുണ്ട് നൽകിയിരിക്കണം, തലമുറകൾ നൽകിയിരിക്കണമേ. സാമ്പത്തികമായി ശരീരത്തിന് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും ഭാരങ്ങൾ വന്നാലും യേശുവിനെ കൂടെ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ പ്രാർത്ഥിക്കുവാൻ അറിയിപ്പാന്തകളും തോടിച്ചിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. മുഖത്തുപെടുത്തുവാതകളും ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവെ, യേശു ഗുണമായി നാമത്തെ ഉയർത്തുവാതകളും സഹായിക്കണം. ദൈവ പദ്ധതി എന്താണ് അത് പൂർണ്ണമായി വെളിപ്പെടുത്തി ആരംഭിക്കുവാൻ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, എന്റെ മകത്വം വെളിപ്പെടുത്തണമേ. കർത്താവേ, ഈ മുഖാന്തരം ഇത് അനുഗ്രഹിക്കപ്പെടുവാൻ അനേക കാര്യങ്ങൾ കണ്ടുപിടുത്ത തകവണം അവിടെ ജീവിപ്പാന്തകണം ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ക്ഷണിക്കപ്പെട്ട ബന്ധുക്കൾ, ചേർച്ചക്കാര് അയൽവച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവേ, സുരിപ്പദാസന അധികാരപ്പെടുത്തണമേ. കർത്താവേ, ആരൊക്കെ ക്ഷണിക്കപ്പെട്ട സുഖം സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങൾ കടന്ന് വാഹനം സൂക്ഷിക്കുമാറാകണമേ. രക്തോടെ മറക്കണമേ. കർത്താവേ, ആരൊക്കെ സഞ്ചരിക്കുന്നു അത് വഴിവഴിയാണ്ടില്ല അവൻ സൂക്ഷിക്കുന്നവർക്കായി സ്തുതിക്കുന്നു. കർത്താവേ, എന്റെ മകത്തെ മേലെപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ പോയി രക്തോടെ മറക്കണം. കർത്താവേ, സ്തോത്രം. ഒരു അനർത്ഥം വരാതോണം അവൻ സൂക്ഷിക്കാൻ സ്തുതിക്കുന്നു. കർത്താവേ, കാലഘട്ടത്തായി സ്തോത്രം ചെയ്യുന്നു. ഒരു എല്ലാ ഭംഗി നടക്കുവാൻ കർത്താവെ, ഒരു തടസ്സം വരാതോണം എല്ലാ ഭംഗി നടത്തുവാൻ സുഖത്തിൽ സഹായിച്ചവർക്കായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ഫലത്തെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ. നാളും പ്രാർത്ഥിച്ച വിഷയങ്ങൾ കൊണ്ട് കർത്താവേ, ആദ്യം മക്കളുടെ ഭാവി കാണാൻ സഹായിച്ചു. കർത്താവെ, സ്വർഗത്തോടായി എന്നെ കാണാൻ കഴിയിരിക്കുമ്പോൾ ഇന്ന് ഒരു കാലം മക്കളുടെ ഭാവി കാണാൻ കൊടുത്തിരിക്കുന്ന നന്ദിയോടെ ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. കർത്താവെ, അവരെങ്കിൽ സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, നേരത്തെ ദാസനായി സ്തോത്രം തന്റെ ഗുണത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഭംഗി നടക്കുവാൻ നൽകി അനുഗ്രഹിപ്പാൻ നടത്തുവാൻ മാനിക്കുവാൻ ക്രമ ചെയ്യണം. സമ്മതിരിക്കുന്ന എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രങ്ങളുടെ കൃപ കൂടെ ഇരിക്കണം. രക്തക്കൊടെ മറക്കണം. വളരെ സൂക്ഷിക്കുക രക്തങ്ങളെല്ലാം ഉത്തരം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. നിത്യന്റെ ആത്മാനികളെ സഹായിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫോട്ടോ എടുക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
തന്നിരിക്കുന്ന നയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ സ്റ്റുഡിയോകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ മനോഹര കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം, അനുഗ്രഹിക്കണം, നന്മ നിറയ്ക്കണം. പ്രവർത്തിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിലെ പ്രാർത്ഥന കേൾക്കുമാറാകണം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളതല്ല പിതാവേ.
എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അതരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദീക്ഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവമാകുന്നു. നിന്റെ കൂട്ടുകാരൻ പരമായി നിന്റെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലബംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്നു കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തു ഭാഗത്ത് രാജി ഓഭീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അവിടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവിടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഈ തിരുവേദന ഭാഗങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. കസേരകൾ കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ തറയിൽ ഇരിക്കുവാൻ സുഖമുള്ള വീരണതാവ് വില്ലേജിൽ പന്നിയോട് കോവിൽവിള പുളിമൂട്ടുവിള പുത്തൻ വീട്ടിൽ ശ്രീ വർഗീസ് എലിസബത്ത് ദമ്പതികളുടെ മകൻ മാരായമുട്ടം യഹോവരക്ഷന്റെ സഭാംഗമായ വി സുരേഷ് കുമാറും തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ കീഴാറു വില്ലേജിൽ മൈലച്ചിൽ തെക്കിൻകര പുത്തൻ വീട്ടിൽ ശ്രീ യേശാവ് എസ്തേർ ദമ്പതികളുടെ മകൾ കുളത്താമൽ യഹോവരക്ഷന്റെ സഭാംഗമായ
ഈ ബിനിയും തമ്മിലുള്ള വിവാഹം 2017 ആണ്ട് ഡിസംബർ മാസം 28-ാം തീയതി പകൽ 10 മണിക്ക് വധുവിന്റെ സഭയായ കുളത്താമൽ ജേസ് ചർച്ച് വെച്ച് നടത്തുവാൻ സഭാംഗങ്ങളും ബന്ധുക്കളും ദൈവദാസന്മാരും തമ്മിൽ കൂടി ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവമായ കർത്താവ് ഈ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചില വാക്കുകൾ സ്വാഗതം പറയേണ്ടതിനായി സമയത്ത് വേർതിരിക്കുന്നു. നിങ്ങൾ പേടിക്കുന്നതാണ് യേശാവങ്ങൾ, എസ്തർ ആന്റി, അവരുടെ മൂത്ത മകൾ സഹോദരി ബിജി, ഭർത്താവ് ജിത്തു, ഇവർ ഈ ദിവസങ്ങളായി ഈ ദേശത്ത് പാർത്ത് ഈ സഭയുമായി സഹകരിച്ച് കർത്താവിനെ ആരാധിച്ചു വരുന്നു. സഹോദരൻ സുരേഷ് ചില മാസങ്ങൾക്ക് മുമ്പായി പ്രിയ സഹോദരി വന്ന് കാണുകയും ഇരു പ്രിയപ്പെട്ടവരും നമ്മൾ ഈ വിവാഹത്തിന് വേണ്ടി ആലോചിക്കുകയും തീരുമാനിക്കുകയും ദൈവം അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ഇടയായി തീർന്നു. ഈ പകൽക്കാലം ഞാൻ സർവശക്തനായ ദൈവത്തെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞ് നമ്മുടെ കർത്താവിനെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ഇന്ന് ഇവിടെ നിർവഹിക്കാൻ കടന്നു വന്നിരിക്കുന്നത് യഹോവ രക്ഷകന്റെ സഭ കേരള സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള പാസ്റ്റർ റൂബസ് അവറുകളാണ്. ഈ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും തുടക്കം മുതൽ പ്രിയ ദേവദാസന്റെ സാന്നിധ്യം ഞങ്ങൾക്കുണ്ട്. ഈ ശുശ്രൂഷ നിർവഹിക്കാൻ സന്തോഷത്തോടും പ്രാർത്ഥനയോടും എത്തിച്ചേർന്നിരിക്കുന്ന, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ റൂബസ് അവറുകളെ യേശു കർത്താവിന്റെ നാമത്തിൽ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന അനുഗ്രഹരായ ദേവദാസന്മാർ, സഹോദരൻ സുരേഷിന്റെ സഭാധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ എബിനേസർ അവറുകൾ, സഹോദരൻ ജിത്തു അവരുടെ സ്വദേശം കോട്ടയം കറകച്ചാലിൽ നിന്നാണ്, അവിടെ നിന്ന് കടന്നുവന്നിരിക്കുന്ന ദേവദാസൻ, കത്താൻദാസൻ പാസ്റ്റർ ജോസഫ് അവറുകൾ, ഇവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യ അതിഥികൾ, വിശിഷ്ട അതിഥികൾ എന്ന് പറയുന്നത് ഇവിടെ ആരൊക്കെ അണിനിരന്നാലും നമ്മുടെ വാത്സല്യ സഹോദരങ്ങളായ സഹോദരൻ സുരേഷും സഹോദരി ബിനിയുമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടി വരുവാനിടയായി തീർന്നത്. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരെയും ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇരു സഹോദരങ്ങളുടെയും മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, വിശ്വാസികൾ, സുഹൃത്തുക്കൾ, അയൽവാസികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റ വാക്കിൽ ഞാൻ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ സഹോദരൻ സുരേഷിന്റെ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ എബിനേസർ അവറുകൾ ചില വാക്കുകൾ സഹോദരന്റെ ബന്ധത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തും. പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സുരേഷിന്റെയും ബിനിയുടെയും അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന വിവാഹ ശുശ്രൂഷ നടത്തേണ്ടതിനിരിക്കുന്ന യഹോവ സഭയുടെ കേരളത്തിന്റെ വഹിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ റൂബസ് ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ഇവിടുത്തെ സ്ഥല ശുശ്രൂഷകൻ, മറ്റു ദൈവദാസന്മാർ എല്ലാവരും തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലൊക്കെ സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഇന്ന് വിവാഹിതനാകുന്ന സുരേഷ് നമ്മുടെ ചർച്ചിലെ സൺഡേ സ്കൂളിൻ്റെ ടീച്ചറും അധ്യാപകനാണ് അദ്ദേഹം. അതേപോലെ തന്നെ വൈഡിയമ്മിൻ്റെ സജീവ പ്രവർത്തകരുമാണ്. നല്ല ഒരു ഗായകനുമായി കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിലിയും അതുപോലെ തന്നെ ഇവിടുത്തെ ചർച്ച സംബന്ധമായ പ്രവർത്തനങ്ങളൊക്കെയും വളരെ നന്നായി പ്രവർത്തിക്കുന്ന അറിയാൻ തോന്നുന്നു. ദൈവം രണ്ടുപേരെയും സമർത്ഥമായിട്ടും ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഒരു കുടുംബത്തിൽ ഇവരുടെ മറ്റുള്ളവരും തന്നെ ഞങ്ങൾ ചെല്ലുന്ന കർത്താവിനെ ആരാധിക്കുന്നു. സമയപരിമിതി കൊണ്ട് ഞാനിവിടെ നിർത്തിക്കൊണ്ട് ഒരു വാക്ക് പറഞ്ഞ ഈ വിവാഹം ഈ ഭൂമിയിലെ നിഴലാണ്. അടുത്തൊരു വിവാഹം നടക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ വേഗം വരികയാണ്. അതിനാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും ദീപകെ തള്ളിക്കളയും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ആ വിവാഹത്തിൽ നിന്ന് ഒരുങ്ങാം എന്ന വാക്കോടുകൂടെ ഞാൻ എൻ്റെ വാക്ക് വിരമിക്കുന്നതിന് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഇപ്പോൾ കൊയർ നമുക്ക് വേണ്ടി ഒരു ഗാനം അറിയിക്കും.